ഇന്നിപ്പോ രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും കോൺഗ്രസ് നേതാക്കളോടാണ് ചോദിക്കുന്നത്, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തല്ലോ, MLA സ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നില്ലേ എന്നൊക്കെ. കാര്യം പാർട്ടി തങ്ങളുടെ നിലപാട് എടുത്തു കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് രമേശ് ചെന്നിത്തല. ആദ്യം മുതൽ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ രാഹുലിനെ എതിർത്ത ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ രാഹുലിനൊപ്പം നിർത്തില്ല എന്ന നിലപാടെടുത്തവരാണ്. അപ്പൊ ഇപ്പോഴും മാധ്യമങ്ങൾ ചോദിക്കുന്നത് കോൺഗ്രസ് നേതാക്കളോടാണ്, കോൺഗ്രസ്സുകാരോടാണ്. അതിന്റെ ആവശ്യം നിലവിലില്ലല്ലോ. തീർച്ചയായിട്ടും. അതായത് ഒരു ഒരു കേസ് വരുമ്പോൾ ആ കേസ് വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ഒരു പാർട്ടി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യന്മാർ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിൽ നല്ലവരുണ്ടാകാം, മോശക്കാരുണ്ടാകാം. ഇതിൽ ഇന്നയാൾ കുറ്റവാളിയാണ് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ തെറ്റ് ചെയ്യും എന്നൊന്നും കരുതിയിട്ട് നമുക്ക് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആളുകളെ എടുക്കാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ഇയാൾ ഭാവിയിൽ തെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു സ്ക്രൂട്ടിനി നടത്തിയെടുക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ അവിടെ? അങ്ങനെ ഒരു സംവിധാനവും ഇല്ല, അങ്ങനത്തെ ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നൊന്നും ഒരു കാര്യവുമില്ല. പക്ഷേ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ ആരോപണത്തിൽ കർശനമായി ഇടപെട്ട് ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കി കോൺഗ്രസ്. അത് ഏറ്റവും നല്ല കാര്യമാണ്. സസ്പെൻഡ് ചെയ്തു ആദ്യം. പിന്നീട് പറഞ്ഞു നിയമസഭ യുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഈ കക്ഷി ഇവിടെ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞു. അതും അവർ ചെയ്തിട്ടുണ്ട്. സ്പീക്കർക്ക് കത്ത് കൊടുത്തു, മാറ്റി നിർത്തി. വിപ്പ് പോലും ആ സമയത്ത് ബാധകമല്ല. പിന്നീട് കൂടുതൽ കർശനമായി ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതായത് പൂർണ്ണമായി ഡിസ്മിസ് ചെയ്തു. തിരിച്ചെടുക്കുന്ന വിധത്തിൽ ഒന്നും ഒരു കാര്യവും ചെയ്തിട്ടില്ല. എല്ലാ ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് സംസാരിച്ചത്. കുറേ അധികം സൈബർ ഫാൻസുകാരാണ് രാഹുലിനെ പിന്താങ്ങുന്നത് എന്നുള്ള, പിന്നെ രാഹുലിനോട് വ്യക്തിപരമായ അടുപ്പമുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും. ഈ കേസിന്റെ മെറിറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിൽ ബലാത്സംഗ കുറ്റവും നിലനിൽക്കുന്ന കേസൊന്നും അല്ല ഇതിൽ ചതി, വഞ്ചന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരാൾ ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു നമ്മൾ തെറ്റിദ്ധരിക്കുന്ന വിധത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തുക, അവിടെ ഒരു ക്രൈം എന്ന് പറയുന്നത് ഇപ്പം ഗർഭചിത്രം നടത്താൻ പറയുക എന്നൊക്കെ പറയുന്ന ഒരു ക്രൈമാണ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബലാത്സംഗ കുറ്റമല്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ ക്രൈമാണ്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്ഷൽ സൈക്കോ എന്നുള്ള നിലയിലൊക്കെ മാറിപ്പോയോ എന്ന് ചിന്തിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഈ കാര്യത്തിലെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതാണ്. ആദ്യം മുതൽക്ക് തന്നെ രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച ആൾക്കാരാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വെച്ചിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ഉടനെ തന്നെ നടപടിയെടുക്കണം എന്നാണ് ഈ ഒരു ഗുരുതരമായ ആരോപണം പുറത്തു വന്നതിന് ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞത്. അത്തരത്തിൽ ഏത് നേതാവ് പറയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി CPM എടുത്ത് നോക്കൂ. CPM വരുന്ന എല്ലാ വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ, പീഡനാരോപണങ്ങൾ, ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം കെട്ട കേസിൽ പത്മകുമാർ അകത്ത് കിടക്കുകയാണ്. ഇവരെ എല്ലാം സംരക്ഷിച്ച് നിർത്തുകയാണ്. ഇവരെ കേസ് കോടതി കേൾക്കട്ടെ, കോടതിയിൽ നിന്ന് വിധി വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്, കോടതി ഒരാളെ കുറ്റവാളിയാണ് എന്ന് വിധിക്കുന്നവരെ അയാൾ നിരപരാധിയാണ് എന്നതാണ് ഇന്ത്യയിലെ നിയമം. പക്ഷേ ആ നിയമം അനുസരിച്ചല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ ഒരാളെ പുറത്താക്കുന്നത്. CPM സംബന്ധിച്ചിടത്തോളം CPM ആളുകൾ ബലാത്സംഗം ചെയ്താൽ, CPM ആളുകൾ അഴിമതി നടത്തിയാൽ, CPM ആളുകൾ കൊള്ള നടത്തിയാൽ അവർ പറയും കോടതി വിധി വരട്ടെ എന്ന് പറയും. നേരെ മറിച്ച് കോൺഗ്രസിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിൽ ആരോപണത്തിന്റെ, അല്ലെങ്കിൽ BJP ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അത് വരുന്ന സമയത്ത് അവർ പറയും ഇതാ പുറത്താക്കണം, ജാഥ നടത്തുന്നു, DYFI തടയുന്നു. ഈ DYFI മുകേഷിനെ കണ്ടിട്ടില്ല, ഈ DYFI P ശശിയെ കണ്ടിട്ടില്ല, PK ശശിയെ കണ്ടിട്ടില്ല. ഇനി അതിനപ്പുറത്തേക്ക് ഇപ്പൊ അടുത്ത് മുൻ MLA ആയിട്ടുള്ള PT കുഞ്ഞു മുഹമ്മദിനെതിരെ ലൈംഗിക ആരോപണം വന്നു, അത് കണ്ടിട്ടില്ല. ഇപ്പോ രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞ ഒരു കൃത്യമായി എനിക്ക് കാര്യം ഓർമ്മയുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പരാതി വന്നിട്ടുള്ളത് ഗുരുതരമായ സാഹചര്യമാണ്, അന്വേഷണ വിധേയമായിട്ട് മാറ്റി നിർത്തണം, ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നാണ് ആര് പറഞ്ഞത്? ചെന്നിത്തല പറഞ്ഞത്. അതിനുശേഷം ഈ ആരോപണങ്ങൾ വരുന്നു, അതിൽ ആരോപണങ്ങൾ ഉണ്ടാവുന്നു. ഈ കഴിഞ്ഞ ദിവസം മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുന്നയിലെത്തിയിരുന്നു. അവിടെ ആരുണ്ടായിരുന്നു? ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല നടന്നു വരുന്നു. ആ സമയം ടി സിദ്ദിഖും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട സമയത്ത് ഒരു മൈൻഡ് പോലും ചെയ്യാതെ രമേശ് ചെന്നിത്തല നടന്നു പോവുകയാണ് ഉണ്ടായത്. കൈ കൊടുക്കാൻ വേണ്ടി രാഹുൽ ശ്രമിച്ചു, പക്ഷെ അത് ഗൗനിക്കാതെ അദ്ദേഹം നടന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള നിലപാടെടുക്കാൻ ആർക്ക് പറ്റും? CPMകാരാണെങ്കിൽ അവർ പേരിന് പുറത്താക്കിയിട്ട് അകത്തുകൂടി കെട്ടിപ്പിടിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു കൃത്യമായി തൻ്റെ രാഷ്ട്രീയ ബോധ്യം ഉണ്ട് ഈ കാര്യത്തിൽ എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് രാഹുലിനെ മൈൻഡ് പോലും ചെയ്യാതെ നടന്നു പോകുന്ന രമേശ് ചെന്നിത്തലയാണ് നമ്മൾ അവിടെ കണ്ടത്. അത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പക്വതയാണ് എന്ന് ഞാൻ പറയും.
ആ പക്വത അദ്ദേഹം കൃത്യമായി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു സ്ത്രീ വിരുദ്ധ കേസ് അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിക്കുന്ന കേസ്, സ്ത്രീകൾ ഇരയാക്കപ്പെടുന്ന കേസ്, ആ തരത്തിലുള്ള കേസുകളിലൊക്കെ തന്നെ രമേശ് ചെന്നിത്തല മുമ്പേ എടുക്കുന്ന നിലപാടുകളുണ്ട്. അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ തന്നെ വളരെ കൃത്യമായി ഇരകൾക്കൊപ്പം നിൽക്കുകയും അത് തെറ്റ് ചെയ്തവർ യഥാർത്ഥ കേസാണെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സമീപനം പലപ്പോഴും രമേശ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുണ്ട്. അല്ല, രമേശ് ചെന്നിത്തലയുടെ നിലപാടെന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാടാണ്. അത് വാക്കുകളിൽ വെറുതെ പറയുന്നതല്ല. ഇപ്പൊ ഇടതുപക്ഷം പറയാറുണ്ട് അവരുടെ നിലപാടുകൾ എപ്പോഴും സ്ത്രീപക്ഷത്താണെന്ന്. പക്ഷേ തീവ്രത അളന്ന് മാത്രമാണ് അവരെല്ലാ സമയത്തും, എന്താണ്, പീഡന ആരോപണങ്ങൾ വരുമ്പോൾ പോലും തീവ്രത അളക്കുന്ന പാർട്ടിയാണ്. പക്ഷെ ചെന്നിത്തല അങ്ങനെയല്ല. ഇപ്പൊ ഏത് വിഷയം എടുത്താലും ചെന്നിത്തലയ്ക്ക് ചെന്നിത്തലയുടേതായ ഒരു നിലപാടുണ്ട്. അത് തീർച്ചയായിട്ടും. അത് പണ്ട് പി ശശിയുടെ വിഷയത്തില്, ക്ഷമിക്കണം, പി കെ ശശിയുടെ വിഷയത്തിൽ വന്നപ്പോൾ തീവ്രത അളക്കാൻ വേണ്ടി ബാലനും ശ്രീമതിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കമ്മീഷൻ പുറപ്പെട്ടു. അത് നമ്മൾ കണ്ടതാണ്. എന്നിട്ട് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് പറഞ്ഞു. ഇതേ കാര്യത്തിൽ, മുകേഷിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് മുകേഷിനെതിരെ നിരന്തരമായിട്ടുള്ള ലൈംഗികാരോപണങ്ങൾ വന്നു, എത്രയോ ഫോൺ കോളുകൾ വന്നു. ഈ മുകേഷ് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഫോൺ കോളുകളൊക്കെ പല ഓൺലൈൻ മാധ്യമങ്ങളും പുറത്തുവിട്ടു. അയാൾക്കെതിരെ ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കിടക്കുകയാണ് കോടതിയിൽ. ഏതില്? ബലാത്സംഗ കേസ്. കറക്റ്റ് റൈറ്റ് ബലാത്സംഗം എന്ന് പറയുന്ന ഒരു സാധനം. അല്ലാതെ ഇത് ഉഭയസമ്മതപ്രകാരം അങ്ങനത്തെ സംഭവം ഒന്നും അതിലില്ല. ബലാത്സംഗം തന്നെയാണ്. ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് വെച്ച് റൂമിലേക്ക് പിന്നെ ഒരാവശ്യത്തിന് വേണ്ടി വിളിപ്പിച്ചിട്ട് ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. അങ്ങനെയുള്ള മുകേഷിനെതിരെ ഒരു നടപടിയും എടുക്കാത്ത പാർട്ടിയാണ് ഈ പറയുന്ന CPM. ആ മുകേഷിന്റെ കാര്യത്തിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച് മുമ്പ് സ്ഥാനാർത്ഥിയായിരുന്ന, കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിരുന്ന CPMന്റെ നേതാവ് പറഞ്ഞത്, മുകേഷിന്റെ കേസും ഈ പറയുന്ന രാഹുലിന്റെ കേസും ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. മുകേഷിന്റെ കേസ് ഞങ്ങൾ അത്ര വലിയൊരു പീഡനമായി ഞങ്ങൾ കാണുന്നില്ല. ഈ വലിയ പീഡനം, ചെറിയ പീഡനം, അല്ലെങ്കിൽ തീവ്രത കുറഞ്ഞത്, തീവ്രത കൂടിയത് എന്നൊക്കെയുള്ള അളക്കൽ സ്കെയിലുകൾ ഉള്ളത് ആർക്കാണ്? CPMനാണ്. പക്ഷെ കോൺഗ്രസിന് പലപ്പോഴും, അതായത് മുൻപ് കോൺഗ്രസിനെ സംബന്ധിച്ച് പല ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായ നിലപാടുകൾ പറയുന്ന, കൃത്യമായി മുന്നോട്ട് പോകുന്നു. അതിപ്പം രമേശ് ചെന്നിത്തലയൊക്കെ അതിൻ്റെ ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളായിട്ട് മാറുന്നുണ്ട്. കെ മുരളീധരൻ കൃത്യമായ നിലപാട് പറഞ്ഞു. VD സതീശൻ കൃത്യമായി നിലപാട് പറഞ്ഞു. മാത്രവുമല്ല, പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരെടുക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകൾ ഏതെങ്കിലും ഒരു CPM നേതാവിന് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഏതെങ്കിലും ഒരു CPM നേതാവ് പറയട്ടെ, മുകേഷിനെ പുറത്താക്കണം എന്ന് പറയാൻ ധൈര്യം ഉണ്ടോ അവർക്ക്? ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ പ്രകടിപ്പിച്ച പാർട്ടിക്ക് പുറത്താണ്. പക്ഷേ രമേശ് ചെന്നിത്തല സീനിയർ നേതാവായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യം മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അന്ന് രാഹുലിനെതിരെ പറഞ്ഞപ്പോൾ ഈ പാർട്ടിയിലെ ചിലരെങ്കിലും രമേശ് ചെന്നിത്തലക്കെതിരെ നിന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രമേശ് ചെന്നിത്തല അങ്ങനെ കളിക്കരുത്, ഇങ്ങനെ കളിക്കരുത്, നിങ്ങൾ CPMനെ കണ്ടുപഠിക്കണം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സത്യത്തിന്റെ പക്ഷത്തല്ലേ നിൽക്കാൻ പറ്റൂ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തെറ്റ് തിരുത്തി വരട്ടെ. അദ്ദേഹം തെറ്റ് തിരുത്തി കോടതി വെറുതെ വിട്ട് എല്ലാ കുറ്റത്തിൽ നിന്ന് മുക്തരായി അദ്ദേഹം വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കോൺഗ്രസിന്റെ തീരുമാനമാണ്, എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഇത്തരം ഗുരുതരമായ ഒരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക് എന്താ ചെയ്യേണ്ടത്? അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പകരം കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ്. നാളെ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ നിരന്തരമായിട്ട് എന്ത് ചെയ്യും? ഇതിപ്പം ഒരു കൃത്യമായ ഒരു ബലാത്സംഗ കേസ് വരികയാണ്, പീഡന കേസ് വരികയാണ്. ആ പീഡന കേസ് തേച്ച് മാച്ച് കളയാൻ എല്ലാവർക്കും സഹായകമാകും, ഇതെല്ലാം പറ്റുമെന്ന് പോലീസ് സേനയ്ക്കും മറ്റാളുകൾക്കും ഒക്കെ തോന്നുന്ന വിധത്തിലുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അതൊരു വലിയ ഗുരുതരമായ കാര്യമല്ലേ? അപ്പോൾ ആ രീതിയിലേക്ക് പോകാതെ കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ചെറിയ വിമർശനങ്ങളൊക്കെ വന്നു. പക്ഷെ അന്ന് വിമർശിച്ച ആളുകളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരുന്നു. അന്ന് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ, അതായത് ഞാൻ ആദ്യത്തെ കേസാണ് പറയുന്നത്, സസ്പെൻഡ് ചെയ്യപ്പെട്ട കേസ് ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് പിന്നീട് വന്ന കേസിന് കോൺഗ്രസ് എത്രത്തോളം വില കൊടുക്കേണ്ടി വരുമായിരുന്നു? കോൺഗ്രസിന് അത് ഏശാതെ പോയത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് നിലപാടെടുത്തു. ആദ്യം മുതലേ രാഹുലിനെതിരായ ഒരു നിലപാടെടുത്തു. തീർച്ചയായിട്ടും. അത് തദ്ദേശ ഇലക്ഷനിൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെച്ചിട്ട് ഇവർ പരമാവധി പ്രചരണം നടത്തി. പക്ഷെ എവിടെയെങ്കിലും ഏറ്റോ? ഒരു സ്ഥലത്ത് പോലും പറ്റില്ല. ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ഏറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് പിന്നീട് ഇദ്ദേഹത്തെ പുറത്താക്കി, അതായത് ഡിസ്മിസ് ചെയ്തതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണം വരുന്നു. ആ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കുന്നു. അതിൽ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അയാളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. ആ സമയത്ത് തന്നെ ആ രാഷ്ട്രീയ പാർട്ടി ആദ്യം അയാളെ സസ്പെൻഡ് ചെയ്യുന്നു. പിന്നീട് ഈ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അതിനുശേഷം അയാളെ പാർട്ടിയിൽ നിന്നേ പുറത്താക്കുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക? അയാളെ തൂക്കിക്കൊല്ലാൻ കഴിയൂ? അയാളെ അടിച്ച് കാല് ഒടിക്കാൻ കഴിയൂ?
ഈ പറയുന്ന CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കൊള്ളയും കൊലപാതകവും ഒക്കെ നടക്കുന്ന ബോംബെറിഞ്ഞ കേസിലെ പ്രതികളെ പിടിച്ച് വീണ്ടും സ്ഥാനാർത്ഥികളാക്കുന്ന ഫസൽ വധക്കേസിലെ പ്രതിയായിട്ടുള്ള കാരായി ചന്ദ്രശേഖരനെയും കാരായി രാജനെയും പോലുള്ള ആളുകളെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കി അവരെ ഒരു എന്താണ് തദ്ദേശ ലോക്കൽ ബോഡി സർക്കാരിന്റെ തലപ്പത്ത് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്ന, നവീൻ ബാബു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ വിളിച്ച് എന്ത് ചെയ്ത് പിന്നെ ഈ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന ഈ രീതിയിലേക്ക് മാറിപ്പോയിരിക്കുന്നു CPM. എന്നിട്ട് CPM-ന്റെ അണികളിരുന്നിട്ട് പിന്നെ സൈബർ മേഖലയിൽ വലിയ വാഗ്വാദം നടത്തുകയാണ്. പക്ഷെ ഇത് വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും അല്ല ജനം മനസ്സിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ്. തദ്ദേശ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൃത്യമായി ഇത് കണ്ടു. അവിടെ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എടുത്തിട്ടുള്ള കൃത്യമായ നിലപാടാണ് ജനം നോക്കിയത്. ഇവർ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ആ ആരോപണത്തിനെതിരായി കൊണ്ട് കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഇവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇയാളെ സംരക്ഷിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന അതിജീവിതക്കെതിരെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെയല്ലേ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ പരാതി കൊടുത്തിട്ടുള്ള അതിജീവിതക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. മറിച്ച് VD സതീശൻ പറയുകയുണ്ടായിരുന്നല്ലോ, ആരെങ്കിലും അതിജീവിതയെ മോശപ്പെടുത്തുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു പരാമർശം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അവർക്കെതിരെ നടപടി എടുക്കുമെന്നും സതീശൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അതല്ലേ നിലപാട്. നമ്മൾ രാഷ്ട്രീയത്തിന്റെ അപ്പുറത്ത് നിന്ന്, അതായത് കോൺഗ്രസ് പൊളിറ്റിക്സിലൊക്കെ നിന്ന് അപ്പുറത്തു നിന്ന് ചിന്തിച്ചാൽ ഒരു മാനവികതയുടെ ഒരു സ്ത്രീപക്ഷത്തിന്റെ നിലപാട് അതല്ലേ. കാര്യം അതിജീവിതയെ ബ്രൂട്ടലി പിന്നെ എന്താണ് വെർബൽ റേപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ സൈബർ സംഘം പ്രവർത്തിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സമയത്താണ് സതീശൻ പറഞ്ഞത് ഈ നിലപാട് തെറ്റാണ്, ഇങ്ങനെ ആരെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധമുള്ള ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്നുള്ളത് പറയാൻ പറ്റുമോ CPM-ന്? CPM-ന്റെ സൈബർ അണികളെ അഴിച്ചു വിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ നേതാക്കന്മാരുടെ ഈ നിലപാട് അവിടെ വലിയ കാര്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്, രമേശ് ചെന്നിത്തലയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ, വെള്ളാപ്പള്ളിയെ അടുത്ത വർഗീയത പറയുന്ന, തുറന്ന വർഗീയത പറയുന്ന, എല്ലാവരെയും പറ്റിച്ച് രണ്ട് വള്ളത്തിൽ BJP-യുടെയും CPM-ന്റെയും കാലിൽ രണ്ട് വള്ളത്തിൽ കാലുവിട്ട് തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാളെ കാറിൽ കയറ്റിക്കൊണ്ടുകൊണ്ട് മുഖ്യമന്ത്രി പറയാണ്, ഞാൻ ബിനോയ് വിശ്വം അല്ലല്ലോ, ഞാൻ കാറിൽ കയറ്റുമല്ലോ, എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ടല്ലോ, വെള്ളാപ്പള്ളിയെ പറ്റി പറയുന്നതിൽ എനിക്ക് എന്താണ് പ്രശ്നം? എന്നിട്ട് CPM-ന്റെ നേതാക്കന്മാർ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ചോദിക്കുകയാണ്, വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ആരോടാ ചോദിച്ചെന്നറിയോ? രാജു പി നായർ പറഞ്ഞു, ഞാൻ ചാനൽ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇയാൾ വർഗീയവാദിയാണ്, ഇയാൾ കുടുംബ വർഗീയവാദിയാണ് എന്ന്. അല്ല, കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവില് രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പോ വ്യക്തമായി വർഗീയവാദിയാണ് എന്ന് ചെന്നിത്തല പറഞ്ഞിട്ടില്ല. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ വേറൊരു കാര്യമുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ചാപ്പയടിക്കുന്ന പണിയില്ല എന്നാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് അയാളെ വർഗീയവാദിയായി ചാപ്പയടിക്കൽ ഇവിടെ ആരാ? CPM-ആ. മനസ്സിലാക്കണം. അതേ CPM-ന് തിരിച്ചു കിട്ടുമ്പോൾ CPM വാങ്ങണം, സ്വാഭാവികം. കോൺഗ്രസ് പക്ഷെ എല്ലാ ആളുകളെയും അങ്ങനെ നേതാക്കന്മാരും ഇപ്പം രമേശ് ചെന്നിത്തല അങ്ങനെ ആരെയാണ് ഇയാൾ കുട്ടും വർഗീയവാദിയാണെന്ന് പറഞ്ഞ് ചാപ്പകുത്തലുണ്ടോ? ചാപ്പകുത്താറില്ല. എല്ലാ സമുദായ നേതാക്കന്മായിട്ട് നല്ല ബന്ധമാണ്. അവർ പറയുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാറുണ്ട്, ന്യായമല്ലാത്തതിനെ എതിർക്കാറുമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമുണ്ട്, സൗഹൃദങ്ങൾ സൂക്ഷിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെയാണ് രമേശ് ചെന്നിത്തല. ഇപ്പൊ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റില്ലേ? ഇപ്പൊ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്, കയറ്റും. ഞാനാണെങ്കിൽ കയറ്റും. കാര്യം എന്താണെന്നറിയോ, ഞാൻ എല്ലാവരെയും കയറ്റാറുണ്ട്. എന്റെ കാറിൽ എനിക്ക് ഉമ്മൻചാണ്ടിയും എടുത്ത് പറയുന്നു. അതെ, ഉമ്മൻചാണ്ടിയും എടുത്ത് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഒക്കെ കാറിൽ നേതാക്കന്മാരും പ്രവർത്തകരോട് തിക്കിത്തിറങ്ങിയ കൂട്ടമായിരുന്നു. അങ്ങനെയുള്ള ആ പ്രവർത്തകർക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർ ഇപ്പം NSS-ന്റെ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ, ഇനിയിപ്പം വെള്ളാപ്പള്ളി ആയിക്കോട്ടെ, ഇനി കാന്തവര ഉസ്താദ് ആയിക്കോട്ടെ, ഇനി അതല്ല ഏതെങ്കിലും തിരുമേനി ആണെങ്കിൽ അതായിക്കോട്ടെ, മാധ്യമപ്രവർത്തകരാകേണ്ട നമ്മളായിക്കോട്ടെ, അദ്ദേഹത്തിന് അറിയാവുന്ന അദ്ദേഹത്തിന് അറിയിപ്പോവാം. അതൊന്നും ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ ഒരു എന്താണ് ഒരു അനുഭവം എന്ന് പറയുന്നത്, കോഴിക്കോട് പ്രസ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തലയും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഒരു കസേരയില്ല, ഒരു തറ പോലത്തെ ഒരു സാധനമുണ്ട്, ഇത് ഒരു ആ സ്റ്റേജിന്റെ ആ സൈഡിൽ ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച്, അയാൾ വെള്ളം മുണ്ടുകൊടുത്ത് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് അതിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്ത്, ഞാൻ എല്ലാ ആൾക്കാരുടെ കൂടെയും കയറും. പക്ഷെ CPM-ന്റെ അവസ്ഥ എന്താ, ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ
ഒരു MLA പോലും കാറിൽ കയറ്റാത്ത ആളാണ് മുഖ്യമന്ത്രി. കാറിൽ കയറ്റില്ല മാത്രമല്ല, മന്ത്രിയെ കാറിൽ കയറ്റാറില്ല. ഏതെങ്കിലും ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ കൂടെ നമ്മുടെ CPM പ്രവർത്തകർ പോയി കഴിഞ്ഞാൽ അതോടുകൂടി അവൻ ബുദ്ധിമുട്ടിലാവും. അങ്ങനെ പറയുന്നതാണ്. ആരെങ്കിലും എവിടെയെങ്കിലും പോയാൽ അയാൾ വർഗീയവാദിയാക്കുന്നതാണ് CPM. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഇയാളെ കാറിൽ കയറ്റം ഇവരാണല്ലോ ഇത് പറയുന്നത്, മറിച്ച് കോൺഗ്രസ് ഇത് പറയുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാൻ കാറിൽ എല്ലാവരെയും കയറ്റാറുണ്ട്, അതുകൊണ്ട് കയറ്റും. പിന്നെ ഈ പറയുന്ന വർഗീയവാദം പറയുന്നതിനോട് യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ സമയത്താണ് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുത്തത്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര ഭരണത്തിന് കീഴിൽ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ മുട്ട് ഈ വേറൊരു ഭാഷയിൽ പറയും, അതായത് അത് ഞാനിവിടെ പറയുന്നില്ല, ഈ വിറയ്ക്കും എന്ന് പറയും. അതായത് ഈ നട്ടലിന് ബലമുണ്ടോ പിണറായി വിജയൻ എന്നുള്ളതാണ് ചോദ്യം. ബലം ഉണ്ടാവില്ല. കാര്യം എന്ന് അറിയോ, ഇത്രയും വലിയ വർഗീയവാദം പറഞ്ഞിട്ട് ആ വർഗീയവാദത്തിനെതിരെ ലീഗ് പരാതി കൊടുത്തു, മുസ്ലിം ലീഗ് പരാതി കൊടുത്തു, യൂത്ത് കോൺഗ്രസ് പരാതി കൊടുത്തു, അങ്ങനെ പല ആൾക്കാരും പരാതി കൊടുത്തു. അങ്ങനെ പരാതി കൊടുത്തിട്ടൊന്നും ഇതുവരെ കേസെടുത്തിട്ടില്ല. അതെന്താ കേസെടുക്കാത്തത്? പിണറായി വിജയന് ഈ പറയുന്ന ആരെ പേടിയാണ്? വെള്ളാപ്പള്ളി നടേശനെ ഭയമാണ്. പിണറായി വിജയൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കണം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതാണല്ലോ പറയുന്നത്. അവർക്ക് അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അത് വെള്ളാപ്പള്ളിയുടെ നടപ്പിലാക്കുകയാണ്. അതുകൊണ്ട് ഇവർ സൗഹൃദങ്ങൾ സൂക്ഷിക്കും. തെറ്റ് ചെയ്യുന്നതിനെ നടപടിയെടുക്കും. അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത്. അത് കൃത്യമായി ആര് പറഞ്ഞിട്ടുണ്ട്? രമേശ് ചെന്നിത്തല ആ നിലപാടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അത് മാത്രം എടുത്ത് രമേശ് ചെന്നിത്തലയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിരുന്നു. ഇപ്പൊ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ശബരിമല കേസ് മുഴുവൻ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറ്റാൻ അടിയന്തരമായി തന്ത്രി കുടുങ്ങിയ സമയത്ത് ഇത് ഉന്നതന്മാരിലേക്ക് പോകുന്നു മനസ്സിലാക്കിയപ്പോൾ തന്ത്രിയും മന്ത്രിയും കൂടി എല്ലാവരും കൂടിയുള്ള ഒരു കൊള്ള സംഘമാണല്ലോ ഇത് അടിച്ചു മാറ്റിയത്. ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി പറയുന്ന CPM-ഉം അവരുടെ ഇടതുപക്ഷവും തന്നെയാണ് ഈ തന്ത്രിയുമായിട്ടും ആൾക്കാരുമായിട്ടും കൊള്ള സംഘമായിട്ടെല്ലാം ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്തത്, മറ്റാരും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പുറത്തു വരുന്നതിനെ എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റാൻ വേണ്ടി ഉടനെ തന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഇടപെട്ട് ഈ കാര്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ ഒരു വാർത്ത കേട്ടു, അതിജീവിതയുടെ ഭയങ്കരമായിട്ടുള്ള ശബ്ദ സന്ദേശം കേട്ട് മുഖ്യമന്ത്രി പറഞ്ഞു അറസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ സിനിമാറ്റിക് ഡയലോഗുകളാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് കൃത്യമായ പൊളിറ്റിക്സ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരും ന്യായീകരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കോടതിക്ക് ഒരു സംശയമുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സെക്ഷൽ സൈക്കോ ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അത് തന്നെയാണ് കോൺഗ്രസും പറഞ്ഞത്. അത് പറയാനുള്ള ആർജവം രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കന്മാർ കാണിക്കുന്നു എന്നുള്ളതും, ഏത് നേതാവ് തെറ്റ് ചെയ്താലും ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിച്ച് അവരെ പാർട്ടിയിൽ തന്നെ നിലനിർത്തി മറ്റവന്റെ കൂടെ എന്തുണ്ട് എന്ന് പറഞ്ഞ് തടയാൻ പോകുന്ന DYFI-യും CPM-ഉമാണ് ഇപ്പുറത്തുള്ളതും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം.